നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഒരു കാര്യത്തിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയുമോ? വളരെ എളുപ്പം നമുക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പരീക്ഷിക്കാം. അടുത്ത 10 സെക്കൻഡ് ഓക്കെ, നിങ്ങളുടെ ശ്വാസം മാത്രം ശ്രദ്ധിക്കും. ശ്വാസം മാറ്റൊന്നും വേണ്ട, അങ്ങനെ സാധാ ശ്വാസം തന്നെ നിയന്ത്രിക്കാതെ ഇങ്ങനെ അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നു, ഇത്രമാത്രം 10 സെക്കൻഡ്. അതിനിടയിൽ മറ്റെന്തെങ്കിലും ചിന്ത വന്നോ? ഇപ്പം ഞാൻ പറഞ്ഞ വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്നത്തെ ജോലിനെ കുറിച്ചോ ഒരു വ്യക്തിനെ കുറിച്ചോ ഫോണ് എടുക്കാൻ തോന്നിയോ? അതോ എന്തെങ്കിലും വന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങളിപ്പോൾ കണ്ടെത്തിയത് മനുഷ്യ മനസ്സിനൊരു സ്വഭാവമാണ്, അതായത് ശ്രദ്ധ മാറിപ്പോവും. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ശ്രദ്ധ മാറിപ്പോകുന്നത് തടയാൻ കഴിയുമോ എന്നുള്ളതല്ല, മാറിപ്പോയ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാൻ പരിശീലിപ്പിക്കാമോ? ഇവിടെയാണ് പുരാതന യോഗ പാരമ്പര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു പരിശീലനം വരുന്നത്. ധാരണ. ലളിതമായിട്ട് പറഞ്ഞാൽ മനസ്സിനൊരു കേന്ദ്രം നൽകുക. അത് ചിലപ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കാനുള്ള ശ്വാസമായിരിക്കാം, ഒരു ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ ചുമരിലോ മറ്റുള്ള ഒരു ബിന്ദു ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയമായിരിക്കാം. എന്തായാലും ശ്രദ്ധ ചിതറുമ്പോഴെല്ലാം അത് തിരിച്ചറിഞ്ഞ് വീണ്ടും തിരഞ്ഞെടുത്ത കേന്ദ്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇവിടെ നമ്മൾ വലിയൊരു തെറ്റിദ്ധാരണ മാറ്റണം. ഈ ധാരണയുടെ വിജയം ചിന്ത വരാതിരിക്കുന്നതിലല്ല. ചിന്ത വരും. ചിന്ത വന്നപ്പോൾ ശ്രദ്ധ മാറി എന്ന് തിരിച്ചറിഞ്ഞ് തിരികെ കൊണ്ടുവരുന്നതാണ് പരിശീലനം. ഇത് മനസ്സിലാക്കാൻ ഒരു ജിമ്മിൻ്റെ ഉദാഹരണം നോക്കാം. ഒരു ഡംബൽ എടുത്തിട്ട്, ഇങ്ങനെ വെയിറ്റ് എടുക്കുന്ന സാധനം അറിയില്ല, ഒരു ഡംബൽ എടുത്തിട്ട് അത് നിങ്ങൾക്ക് കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് കൊണ്ടല്ല മസിൽ വരുന്നത്, റെസിസ്റ്റൻസിനെതിരെ ഇപ്പോൾ എതിരായിട്ടുള്ള ഒരു ശക്തി ഉണ്ടല്ലേ, വെയിറ്റ് എടുക്കുമ്പോൾ അതിനെതിരെ വീണ്ടും പ്രവർത്തിക്കുമ്പോഴാണ് പരിശീലനം നടക്കുന്നത്. അതുപോലെ ശ്രദ്ധ മാറി, ഇതൊരു ജിമ്മാണ്. ശ്രദ്ധ മാറി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു, തിരിച്ചു കൊണ്ടുവരും. വീണ്ടും ശ്രദ്ധ മാറിയും തിരിച്ചറിയുന്നു, വീണ്ടും തിരിച്ചു കൊണ്ടുവരും. ആ തിരിച്ചു വരവാണ് റിപ്പീറ്റേഷൻ, ആവർത്തനം. ഇതാണ് ധാരണയെ ഒരു പീക്ക് പെർഫോമൻസ് ടെക്നിക്കായിട്ട് കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നുന്നത്. ഇനി മോഡേൺ കോഗ്നിറ്റീവ് സയൻസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാവുന്ന ഒരു പദമാണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ. ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ടാസ്കിലോ ഒരു ഇൻഫർമേഷൻ സോഴ്സിലോ ആവശ്യമായ സമയത്തേക്ക് ശ്രദ്ധ നിലനിർത്താനുള്ള കഴിവ്. ഇതിന് മറ്റൊരു പ്രധാന പദം എക്സിക്യൂട്ടീവ് കൺട്രോൾ. നമ്മുടെ ലക്ഷ്യത്തിന് പ്രസക്തമായ കാര്യത്തിലേക്ക് ശ്രദ്ധയും പ്രവൃത്തിയും നയിക്കാനും പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന കോഗ്നിറ്റീവ് പ്രോസസ്സ്. ഇത് ധാരണയുടെ സയൻറ്റിഫിക് ട്രാൻസ്ലേഷനൊന്നുമല്ല, പക്ഷേ ശ്രദ്ധയെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് മോഡേൺ കോഗ്നിറ്റീവ് സയൻസിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇനിയൊരു പ്രധാന വ്യത്യാസം കൂടി, അറ്റൻഷൻ എന്നതും കോൺസെൻട്രേഷൻ എന്നതും ഒരേ കാര്യമില്ല. ഒരു ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോയി, അത് അറ്റൻഷൻ. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യത്തിൽ ശ്രദ്ധ നിലനിർത്തുക, മാറിപ്പോകുമ്പോൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതാണ് കോൺസെൻട്രേഷൻ. ഇതാണ് ഇന്നത്തെ മനുഷ്യന് ഏറ്റവും വളരെ വിലപ്പെട്ട കഴിവ്. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇൻഫർമേഷൻ ഇക്കോണമിയിൽ മാത്രമല്ല, അറ്റൻഷൻ ഇക്കോണമിയിലാണ്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മറ്റുള്ളവർ മത്സരിക്കണം. പക്ഷേ ഇവിടെ ഞാൻ സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തല്ല. കാരണം ഫോൺ മാറ്റിവെച്ചാലും മനസ്സ് ചിതറാം, ലാപ്ടോപ്പ് അടച്ചു വച്ചാലും മനസ്സ് ചിതറാം. ഇപ്പോൾ റൂം ഫുൾ സൈലൻ്റ് ആക്കിയാലും നിങ്ങളുടെ തലയിൽ തന്നെ ഒരു 20 ടാബ് തുറന്നുണ്ടാവും. അതിനാൽ ഡിസ്ട്രാക്ഷൻ, അതായത് നമ്മുടെ ശ്രദ്ധ കളയുന്ന കാര്യം പുറത്തു മാത്രമല്ല അകത്തുണ്ട്. ഒരു ബിസിനസ്മാൻ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രപ്പോസൽ തയ്യാറാക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓർമ്മ വരികയാണ് ഒരു ക്ലയൻറ്റിനെ വിളിക്കണം. അപ്പോൾ പ്രപ്പോസൽ നിർത്തണം. കാൾ കഴിഞ്ഞപ്പോൾ വാട്സപ്പ് കാണുന്നു, അവിടെ മറ്റൊരു ഇഷ്യൂ കാണണം. അത് തീർന്നപ്പോൾ ആദ്യത്തെ പ്രപ്പോസലിലേക്ക് തിരികെ വരുമ്പോൾ മനസ്സിൻ്റെ കണ്ടിന്യൂറ്റി, അതിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അയാൾ ആ ദിവസം മുഴുവൻ ബിസി ആയിരുന്നു, പക്ഷേ അയാളുടെ ഏറ്റവും വിലയേറിയ കോഗ്നിറ്റീവ് റിസോഴ്സ് ചിതറിക്കിടന്നു. ഇവിടെയാണ് ഒരു മോഡേൺ കൺസെപ്റ്റ് പ്രസക്തമാകുന്നത്. ടാസ്ക് സ്വിച്ചിങ്. ഒരു ടാസ്കിൽ നിന്ന് മറ്റൊരു ടാസ്കിലേക്ക് ശ്രദ്ധ മാറ്റുന്നത്. നമ്മൾ അതിനെ മൾട്ടി ടാസ്കിങ് എന്ന അഭിമാനത്തോടെ വിളിക്കാറുണ്ട്. പക്ഷേ പല കോഗ്നിറ്റീവ് ടാസ്കിലും ബ്രെയിൻ യഥാർത്ഥത്തിൽ രണ്ടും ഒരേ സമയം പൂർണ്ണമായി ചെയ്യുന്നതിനേക്കാൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറണം. അതായത് നമ്മുടെ കോഗ്നിറ്റീവ് ടാസ്കിൽ ബ്രെയിൻ യഥാർത്ഥത്തിൽ ഒരേ സമയം പൂർണ്ണമായി ചെയ്യുന്നതിനേക്കാൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയാണ്. ആ മാറ്റത്തിന് നല്ല ചിലവുണ്ട്. അത് ചിലപ്പോൾ 8 മണിക്കൂർ ജോലി ചെയ്തിട്ടും 2 മണിക്കൂർ ഡീപ്പ് കോൺസെൻട്രേഷനുള്ള ഒരു മനുഷ്യൻ്റെ ഔട്ട്പുട്ട് പോലും കിട്ടില്ല. അതായത് 8 മണിക്കൂർ ജോലി ചെയ്തിട്ടും കാര്യമില്ല, 2 മണിക്കൂർ ഡീപ്പ് കോൺസെൻട്രേഷനുള്ള ഒരു മനുഷ്യൻ്റെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അത് പീക്ക് പെർഫോമൻസിൻ്റെ ഒരു വലിയ രഹസ്യമാണിത്. കൂടുതൽ സമയം ജോലി ചെയ്യുക എന്നുള്ളതല്ല, കൂടുതൽ സമയത്തെ പൂർണ്ണമായ ശ്രദ്ധയാക്കി മാറ്റാൻ കഴിയുക.
നിങ്ങളൊരു സർജനാണെങ്കിൽ ഒരു ഓപ്പറേഷൻ സമയത്ത്, അതുപോലെ തന്നെ നിങ്ങളൊരു CEO ആണെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത്, അതല്ല നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ കസ്റ്റമർ സംസാരിക്കുന്ന സമയത്ത്, ഒരു പാരൻ്റ് ആണെങ്കിൽ, അതായത് ഒരു മാതാവോ പിതാവോ ആണെങ്കിൽ, ഒരു കുട്ടി ഒരു പ്രധാന കാര്യം പറയുന്ന സമയത്ത് ആ നിമിഷത്തിൽ നിങ്ങളുടെ മുഴുവൻ മനസ്സും അവിടെ ഉണ്ടായിരിക്കാനുള്ള കഴിവ്, അതാണ് ധാരണയുടെ പ്രാക്ടിക്കൽ പവർ. ഞാൻ പേഴ്സണൽ മെൻറ്ററിങ്ങിലും ഫോക്കസ് വേണമെന്ന് ആൾക്കാർ പറയാറുണ്ട്, ഫോക്കസ് ഇല്ല. അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അയാളുടെ ശ്രദ്ധ എവിടെ വെച്ചിട്ടാണ് പോണത്, ശ്രദ്ധ ആ ഒരു കടിഞ്ഞാണ് എവിടെ നിന്നാണ് പോണത്, അത് പുറത്തുനിന്നുള്ള ഡിസ്ട്രാക്ഷനാണോ, അതോ അയാളുടെ ഉള്ളിലുള്ള വേവലാതികളാണോ, അല്ലെങ്കിൽ ഇതുവരെ അയാൾ പൂർത്തീകരിച്ചിട്ടുള്ള പല പണികൾ അയാളെ തലയിൽ കിടക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ റിവാർഡ് സീക്കിങ്, ചെറിയ ചെറിയ ചീപ്പ് ഡോപ്പമിൻ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത സ്ക്രീനിലൂടെ ഇങ്ങനെ രസം പ്ലഷർ ഉണ്ടാക്കുന്ന ഒരു ഹാബിറ്റാണോ, ആങ്സൈറ്റി ആണോ, എനർജി പ്രോബ്ലം ആണോ? ഓരോ മനുഷ്യൻ്റെയും കാരണം വ്യത്യസ്തമല്ലേ. കാരണം കണ്ടെത്തി അതിന് യോജിച്ച ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് ഫോക്കസ് ഒരു ഉപദേശം എന്നതിൽ ഉപരിയായിട്ടൊരു കഴിവായിട്ട് മാറുന്നത്. ഇന്ന് നമുക്കൊരു പരിശീലനം ചെയ്യാം. നിങ്ങളുടെ അടുത്ത 3 ശ്വാസങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. 1, നിങ്ങളും ചെയ്യണം. ഓക്കെ. 2, ഇനി 3-ാമത്തെ ശ്വാസം. 3. ഇതിനിടയിൽ മനസ്സ് മാറിപ്പോയാലും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ. 3 ശ്വാസം ഞാൻ പറ്റും, അതിനെ തിരികെ കൊണ്ടുവരിക, അത്രമാത്രം. കാരണം മനസ്സ് മാറിപ്പോയത് പരാജയമല്ല, തിരിച്ചു കൊണ്ടുവരുന്ന നിമിഷമാണ് പരിശീലനം. ഇതാണ് ധാരണയിൽ നിന്ന് ഇന്ന് നമുക്ക് എടുക്കാവുന്ന മനോഹരമായ ഒരു ടെക്നിക്ക്. ഇനി അടുത്ത എപ്പിസോഡിൽ ഒരു അതിശയകരമായ വ്യത്യാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധയെ ഒരു കേന്ദ്രത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. ഒരു ഘട്ടത്തിൽ ആ ശ്രദ്ധയെ ഓരോ നിമിഷവും നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം കുറഞ്ഞാൽ, ശ്രദ്ധ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ശ്രദ്ധ കൂടുതൽ സ്വാഭാവികമായി മാറ്റാൻ കഴിയില്ലേ. യോഗ പാരമ്പര്യത്തിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിന് ഉപയോഗിക്കുന്ന പദമാണ് ധ്യാനം. പക്ഷേ ധ്യാനം എന്നത് ചിന്തകളെ മുഴുവൻ നിർത്തുക എന്നാണോ, മനസ്സ് ബ്ലാങ്ക് ആക്കുക എന്നാണോ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മെഡിറ്റേഷൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഗഹനമായ മറ്റൊരു മെൻ്റൽ സ്കിൽ അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? അടുത്ത എപ്പിസോഡിൽ ധ്യാനത്തെ അത്ഭുത കഥകളിൽ നിന്ന് മാറ്റി, അത് മനുഷ്യൻ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു സംഭവമാക്കി അതിൽ നിന്നൊക്കെ മാറ്റി മനുഷ്യൻ്റെ അറ്റൻഷൻ, അവെയർനെസ്, പെർഫോമൻസ് എന്നിവയുടെ ശാസ്ത്രവുമായിട്ട് ചേർത്ത് നമുക്കൊന്ന് പരിശോധിക്കാം.